ഞാൻ കവിത. കവിതാസ് പോസിറ്റീവ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാറുണ്ടോ? കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അതുകൂടെ പ്രസ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടു നോക്കൂ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പുളിയില്ലാത്ത ഒരു സാമ്പാർ ഉണ്ടാക്കാം. ഇതിൽ ഞാൻ പുളി ചേർക്കുന്നില്ല, ഇതിൽ തക്കാളിയാണ് ചേർക്കുന്നത്. അധികം പഴുക്കാത്ത 2 തക്കാളി ചേർക്കണം പുളിക്ക് പകരം. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സാമ്പാർ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, പക്ഷേ നമുക്ക് എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കുന്നത് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സാമ്പാർ പരിപ്പ് രാത്രിയിൽ ഫുൾ നൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് കുക്കറിൽ 3 വിസിലടിക്കുക. 3-4 വിസിലടിച്ച് നന്നായി വേവിക്കുക. ഉപ്പ് മഞ്ഞൾ ചേർത്ത് വേവിക്കുക. വെന്തതിന് ശേഷം അതിനകത്തിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച മത്തങ്ങ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, റാഡിഷ്, പച്ചമുളക്, വലിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ തക്കാളി. ഇതിൽ ഞാൻ പുളി ചേർക്കുന്നില്ല, ഇതിൽ ഞാൻ തക്കാളിയാണ് ചേർത്തേക്കുന്നത്. അധികം പഴുക്കാത്ത 2 തക്കാളി ചേർക്കണം. വെജിറ്റബിൾസ് അരിഞ്ഞതെല്ലാം കൂടി ഇടുക. ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ സാമ്പാർ പൊടി ചേർക്കണം. മുളക് പൊടി 2 സ്പൂണ്, 2 ടീസ്പൂൺ മുളക് പൊടി. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. സാമ്പാർ പൊടി ഇത് നമ്മൾ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കണം. സാമ്പാർ പൊടി ഏറെ ചേർക്കണം. സാമ്പാർ പൊടി, ഉപ്പ്, ഇത്രയും കൂടി ഇട്ട് നമുക്ക് കുക്കറിൽ വീണ്ടും 1 വിസിലൂടെ അടിക്കുക. നന്നായിട്ട് ഇളക്കി. ഇതിൽ ഞാൻ പുളി ചേർക്കില്ല, നേരത്തെ പറഞ്ഞല്ലോ, പുളി ചേർക്കാത്ത സാമ്പാറാണ്. കുക്കറിലിട്ട് 1 വിസിലൂടെ അടിച്ച് നമുക്ക് താളിച്ച് എടുക്കാം. അപ്പം എളുപ്പത്തിന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. കടുക് വറുക്കുന്നത്, ഇത് വെളിച്ചെണ്ണ ഒഴിച്ച്, ഇത് തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ കട്ടയായിട്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മിക്സ് കടുകാണിത്. ഇത് മിക്സായിട്ടുള്ളതാണ്. ഇത് ഉലുവയുണ്ട്, പെരുജീരകം, നല്ല ജീരകം, കടുക്, ഇതെല്ലാം കൂടി ഇട്ട് കടുക് വറുക്കുമ്പോൾ സാമ്പാറിന് ഒരു പ്രത്യേക ഫ്ലേവർ വരും. പിന്നെ നമുക്ക് ഇത് മൂത്ത് കഴിഞ്ഞാൽ ഉണക്കമുളക്, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ഇട്ട് കടുക് നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 പിഞ്ച് ഉലുവാപ്പൊടി, 1 പിഞ്ച് കായപ്പൊടി, ഇത്ര ഇട്ട് വേണം കടുക് വറുക്കാൻ. ഇത് കടുക് വറുത്തത് മുകളിൽ നിന്ന് ഒഴിക്കുക. ഇത് കുക്കറിൽ 1 വിസിലടിച്ചാൽ മതി. എന്നിട്ട് എല്ലാം കൂടി 1 വിസിൽ കഴിഞ്ഞ് നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചിട്ട് കടുക് വറുത്തത് മുകളിലേക്ക് ഇട്ടിട്ട് മുകളിൽ നിന്ന് കുറച്ച് മല്ലിയില ഇടുക. ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. നമുക്ക് 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്.